ഞാൻ അനിൽകുമാർ, സ്ഥിരമായിട്ട് കേരളം കളിക്കാൻ വരുന്ന ആളാണ്. പിന്നെ ഈ ടൂർണമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മികച്ച സംഘാടനമാണ് ഇവിടെ ഉള്ളത്. പ്രൈസായാലും പിന്നെ ഇവിടുത്തെ താമസവും ഭക്ഷണവും എല്ലാം കൊണ്ടും മികച്ച ഒരു ടൂർണമെൻറ്റായി തോന്നുന്നു. മുമ്പ് ഇവിടെ ഞാൻ കളിച്ചിട്ടുണ്ട്, അപ്പോഴും വളരെ നല്ല ടൂർണമെൻറ്റായി. പിന്നെ സൗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളതിൻ്റെ ഓർമ്മ. അപ്പോൾ എല്ലാ തരത്തിലും സ്കൂളും അതിൻ്റെ അധികാരികളും നല്ല രീതിയിൽ തന്നെ, അതുപോലെ തന്നെ കേരള ചെസ് അസോസിയേഷൻ, യൂത്ത് ഫോറം, 3 സംഘാടകരും വളരെ മികച്ച രീതിയിലാണ് ഇവിടെ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ ചെസ് ടൂർണമെൻറ്റ് കളിച്ചിട്ട് അധികമായിട്ടില്ല, കുറച്ചായിട്ടുള്ളൂ. ജൂനിയർ ആകും മുതലേ കളിച്ചിട്ടുണ്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ അപ്പോൾ ഇവിടെ ചെസ് ടൂർണമെൻറ്റ് വന്നതാണ്. ഇതിനു മുമ്പ് കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറേ മുമ്പായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭക്ഷണമായാലും താമസ സൗകര്യമായാലും നല്ല രസമായിരുന്നു. പിന്നെ ഒന്നുകൂടി പഴയൊരു ചെസ് ടൂർണമെൻറ്റിലേക്ക് പോകാൻ പറ്റുന്നുള്ളൊരു വലിയ സന്തോഷം. എൻ്റെ പേര് അഖിൽ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നതാണ്. ഇവിടുത്തെ ഒരു ആളുകളുടെ സംഘാടന രീതികളും എല്ലാവരും ഒരുപാട് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കാൻ വരുന്നുണ്ട്. മൊത്തത്തിലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതോടൊപ്പം സംഘാടന രീതികളും ഭക്ഷണവും അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിനകത്ത് പങ്കെടുക്കുന്നത്. ഹായ്, എൻ്റെ പേര് ഷാലു എന്നാണ്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ ഒരു ചെസ് ടൂർണമെൻറ്റിന് വരുന്നത്. സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്ന മുതൽ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഭക്ഷണമായാലും താമസമായാലും മറ്റ് സൗകര്യങ്ങളിലും എസ്കോർട്ട് വളണ്ടിയേഴ്സ് ആയാലും എല്ലാവരും തന്നെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. ഞാൻ തോമസ് മൈക്കിൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഇവൻ്റാണ് ശരിക്കും പറഞ്ഞാൽ ചെസ് ടൂർണമെൻറ്റ്. എല്ലാവർക്കും കണ്ണു കാണുന്നതിനോടൊപ്പം തന്നെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. റേറ്റഡ് പ്ലെയേഴ്സ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ 5 റൗണ്ടുകൾ കഴിയുമ്പോൾ 5 പോയിൻറ്റുമായിട്ട് ഇപ്പോൾ മുഹമ്മദ് റാഹേൽ എന്ന് പറഞ്ഞ ആളാണ് മുന്നിൽ നിൽക്കുന്നത് മനസ്സിലാവുന്നു. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. എൻ്റെ പേര് മിലൻ. ഞാനിവിടെ 10ാം ക്ലാസ്സിലോട്ട് പഠിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ ടൂർണമെൻറ്റ് ഞാൻ ജയിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് തവണ തോറ്റെങ്കിലും ഒരു എക്സ്പീരിയൻസിനായിട്ടുള്ള ആയിരുന്നു. ഒരു പ്രാവശ്യം ജയിക്കാനും പറ്റി. ഇങ്ങനെ കളിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നല്ലോണം കളിക്കാനായിട്ട് പറ്റാറില്ലെങ്കിലും ഇവിടെ ഇതിൽ വന്ന് നല്ല എക്സ്പീരിയൻസ് നേടാൻ കഴിഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് ദിലീപ്. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ആലുവയിൽ വെച്ച് ആലുവ ബ്ലൈൻഡ് സ്കൂൾ വെച്ച് നടക്കുന്ന കേരള ചെസ് അസോസിയേഷനും യൂത്ത് ഫോറം, KFB യൂത്ത് ഫോറം, പിന്നെ ആലുവ ബ്ലൈൻഡ് സ്കൂളും സംയുക്തമായി നടത്തുന്ന ഈ ചെസ് ടൂർണമെൻറ്റിൽ ഞാൻ ഇവിടെ 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഭക്ഷണം, നല്ല സീറ്റിംഗ്, ചെസ് കളിക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ലതാണ്. മൊത്തത്തിൽ ഒരു സംഘാടനം അടിപൊളിയാണ്. ഞാൻ ഏകദേശം ഒരു 10-18 വർഷമായിട്ട് ചെസ് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടൊരു ടൂർണമെൻറ്റായിട്ട് തോന്നുന്നു. പേര് ജോസഫ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഇവിടെ എത്തിയത്. 2 ദിവസത്തെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാനായിട്ട്. ഒരു നല്ല സൗകര്യങ്ങളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സംഘാടകർ. പിന്നെ ടൂർണമെൻറ്റിൽ ഇപ്പോൾ 6 റൗണ്ട് കഴിഞ്ഞു. അതിൽ 3 ജയിച്ചു. ഞാൻ കുറേ വർഷങ്ങളായിട്ട്, ഒരു 10-30 വർഷമായി ടൂർണമെൻറ്റുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. 2 വർഷമായിട്ട് നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാറുണ്ട്. ഹൈദരാബാദിലായിരുന്നു ഈ വർഷം. കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റിൽ അവിടെ ഒരു 5 ദിവസത്തെ ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ സ്റ്റേറ്റിൽ ഇതിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജൂലൈയിൽ ഒരു ടൂർണമെൻറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിലും പങ്കെടുക്കണം. പിന്നെ എൻ്റെ മകനും കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണ്, അവനോട് വന്നിട്ടുണ്ട്. അവൻ്റെ പേര് റിജിൻ എന്നാണ്. ഇത് മകൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, എൻ്റെ പേര് അജാസ്. ഞാൻ വരുന്നത് കൊല്ലത്തുനിന്നാണ്. എനിക്ക് അവിടെ നല്ല സൗകര്യങ്ങളൊക്കെ തന്നെയാണ്. ഭക്ഷണമൊക്കെ അടിപൊളിയാണ്. എനിക്ക് ചെസ്സിൽ അത് 2ാമത്തെ ടൂർണമെൻറ്റാണ്. ചെസ്സിൽ അപ്പോൾ 2 പോയിൻ്റ് കിട്ടി. എൻ്റെ പേര് ഗോപിക.
ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നത്. ചെസ് കളിക്കാൻ വന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഈ നടത്തിപ്പിൻ സംഘാടക സമിതിക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. സത്യശീലൻ എന്ന പേര്. ഈ ചെസ്സ് ആദ്യ സ്ഥാപകരിൽ ഒരാളായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ സ്ഥാപിച്ച ചെസ്സ് വളരെ ഉഷാറായിട്ട് ഇപ്രാവശ്യം വളരെ സന്തോഷം തോന്നി. ഇത്ര പേരും പങ്കെടുത്തു. നല്ല ആതിഥേയർ വളരെ ഭക്ഷണവും താമസവും എല്ലാം വളരെ ഇതായിരുന്നു. പിന്നെ കളിയും വളരെ ക്ഷേമമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ചെസ്സിന് കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ വലിയ ഒരു സാധ്യതയാണ്. അവരുടെ സന്തോഷത്തിലും അവരുടെ പിന്നെ ക്ഷേമത്തിലൊക്കെ ഇതിന് ഉള്ള റോള് നമ്മൾ ഇനിയും ഇതിന് കൂടുതൽ ഇതിൻ്റെ ടെക്നോളജിക്കലായിട്ടും മറ്റുള്ള വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഞാൻ പട്ടാമ്പി നഗരം. ഞാനൊരു 2014 തൊട്ടാണ് ബ്ലൈൻഡ് ചെസ് കളിക്കാൻ തുടങ്ങിയത്. ഇതിപ്പോൾ ഒരു 15ാമത്തേക്ക് ഒരു ടൂർണമെൻ്റ് ആയിരിക്കും, 10ാമത്തേക്ക് ടൂർണമെൻ്റ് ആയിരിക്കും ടോട്ടലി. ഇവിടെ നല്ലൊരു അനുഭവമാണ്. നല്ലൊരു എല്ലാ ഫെസിലിറ്റീസും എത്തിയിട്ടുണ്ട് ഇവർ. ഭക്ഷണമാണെങ്കിലും മറ്റുള്ള സൗകര്യങ്ങളാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ എല്ലാത്തിനും ആളുണ്ട്. നല്ലൊരു ടൂർണമെൻറ്റാണ്. നല്ലൊരു അനുഭവമാണ് ഫീൽ ചെയ്തത്. ടൂർണമെൻറ്റ് നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ സതീശൻ ബേവിഞ്ച കാസർഗോഡ് നിന്ന് വരുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഈ ചെസ് ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. മുമ്പ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വളരെ മികച്ച രീതിയിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും പ്രായമായ 82 വയസ്സായ രാജൻ മാഷും അതുപോലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദേവനന്ദ് ഉൾപ്പെടെ കളിക്കാൻ വരുന്നു എന്നുള്ളതാണ്. ഇത്തവണ 3 വനിതകളുണ്ടായി. അതുപോലെ എന്നോടൊക്കെ ഡ്രോ പിടിക്കുന്ന രീതിയിൽ ഗോപികയൊക്കെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഗോപിക, ശില്പ, അതുപോലെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റാണ്. അപ്പോൾ ക്യാഷ് പ്രൈസ് കൊണ്ടും പിന്നെ മറ്റു പ്രോത്സാഹന സമ്മാനങ്ങൾ കൊണ്ടൊക്കെ മികച്ചു നിന്ന ഒരു ടൂർണമെൻറ്റാണ് ആലുവയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ സംഘാടന മികവ് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. എൻ്റെ പേര് റബീഹ് എന്നാണ്. ഞാൻ മലപ്പുറം കോട്ടക്കൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെസ്സിൻ്റെ ടൂർണമെൻറ്റിന് പങ്കെടുക്കുന്നത്. ചെസ്സ് സാധാരണ കളിക്കാറുണ്ട്, എന്നിരുന്നാൽ അതിൻ്റെ അപ്പുറത്തേക്കൊരു കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഇപ്പം സംഘാടന ആണെങ്കിലും ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും ആസ് എ കണ്ടസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോസ്റ്റലാണെങ്കിലും ബാക്കി ഗെയിമിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് കോമ്പറ്റീഷനുകൾ ഇവർക്ക് നടത്താൻ സാധിക്കട്ടെ. എല്ലാത്തിനും നന്ദിയുണ്ട്. അതുപോലെ ഇനി ഇവരുടെ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇനി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയൂടെ ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഞാൻ കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഞാനിപ്പോൾ ചെസ്സിൻ്റെ ഈ ടൂർണമെൻറ്റ് കളിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമാണ്. ഇപ്പോൾ എൻ്റെ 3ാമത്തെ കളിയാണ്. പഠിച്ചു വരുന്നേ ഉള്ളൂ ചെസ്സ്. പിന്നെ ഇവിടുത്തെ എല്ലാ നല്ല അടിപൊളിയാണ്. സംഘാടകരാണെങ്കിലും എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഇനിയും തുടർന്ന് ഇവർക്ക് ഇത് നടത്താനാവട്ടെ. താങ്ക്സ്. എൻ്റെ പേര് ഷെഹിൻ ഷാ, പാലക്കാടാണ് സ്ഥലം. ഒരുപാട് കളികൾക്ക് വരാറുണ്ട്. ഇവിടെ ആലുവ ബ്ലൈൻഡ് സ്കൂളിൽ വന്നപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ വളരെ മികച്ച ടൂർണമെൻ്റ് തന്നെ ആയിരുന്നു. എന്തുകൊണ്ടും സൗകര്യം, ഫെസിലിറ്റി, അതേപോലെ വളണ്ടിയേഴ്സിൻ്റെ സഹായം, അതുപോലെ ഇവിടുത്തെ ആളുകളുടെ സഹായം, പിന്നെ ഭക്ഷണം എല്ലാം നല്ലതായിരുന്നു. അതേപോലെ അതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്രാവശ്യം കുറച്ച് 4 പോയിൻ്റൊക്കെ എടുക്കാൻ കഴിഞ്ഞു, ജയിക്കാൻ കഴിഞ്ഞു. അവരുടെ സപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് സുനീഷ്. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ 1993 മുതൽ കേരളത്തിൽ കാഴ്ചയില്ലാത്തവരുടെ ചെസ് ചാമ്പ്യൻഷിപ്പുകൾ ആരംഭിച്ച ആ കാലം മുതൽ പങ്കെടുക്കുന്നുണ്ട്. ആലുവയിൽ തന്നെ, ആലുവയിലെ പല സ്ഥലങ്ങളിലും YMCAയിലൊക്കെ വന്നിട്ട് കളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ദക്ഷിണ മേഖല ടൂർണമെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സ്കൂളിൽ 2ാമത്തെ തവണയാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതൊരു ബ്ലൈൻഡ് സ്കൂളും കൂടി ആയതുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള പിന്നെ സാഹചര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറായാലും
ഒക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും പിന്നെ ഓർഗനൈസിങ്ങും എല്ലാം സമയം പാലിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് രാജഗോപാലൻ, മലപ്പുറത്തു നിന്നാണ് വരുന്നത്. മലപ്പുറം മഞ്ചേരിക്കടുത്താണ് വീട്. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് അങ്ങനെ കളിക്കാറില്ലെങ്കിലും കേരളത്തിൽ എവിടെ ഉണ്ടെങ്കിലും കളിക്കാൻ പോകാറുണ്ട്. ചാമ്പ്യനൊന്നും ആവാറില്ല. നമ്മൾ കളിക്കുക, രസിക്കുക, അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ആലുവയിൽ തന്നെ ഇപ്പോൾ ഇത് 2ാമത്തെ തവണയാണ് വരുന്നത്. ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ്. നല്ല സൗകര്യമുണ്ട്. പ്രത്യേകിച്ച് ബ്ലൈൻഡ് സ്കൂളും കൂടി ആയതുകൊണ്ട് നമുക്ക് അനുയോജ്യമായിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പങ്കെടുക്കും. മാക്സിമം രസിക്കുക. ജയപരാജയങ്ങൾ ഞാൻ കണക്കിലെടുക്കാറില്ല. എൻ്റെ വിനോദ്, കണ്ണൂരാണ് സ്വദേശം. വൃക്ഷോത്സവ അധ്യാപകനാണ്. അപ്പോൾ ചെസ്സ് 1993 മുതലേ കളിക്കുന്നുണ്ട്. എല്ലാ ടൂർണമെൻറ്റിലും മിക്കവാറും ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓപ്പൺ നാഷണലിൽ പോയിട്ടുണ്ട്, നാഷണൽ ഓപ്പണിൽ പോയിട്ടുണ്ട്. സൗത്ത് സോണിൽ മിക്കവാറും എത്താറുണ്ട്. ചാമ്പ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും കളി കൂടുതൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ സൗകര്യം വളരെ നല്ല സൗകര്യങ്ങളാണ്. എവിടെയും കിട്ടാത്ത സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല സൗകര്യം, നല്ല വളണ്ടിയേഴ്സും ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ലതായിട്ട് തരുന്നു.